ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ അകത്തുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാണ്. തീ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പടർന്നു പിടിക്കുന്ന അവസ്ഥ നിലവിലില്ല. നിയന്ത്രണ വിധേയമാണെന്ന് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നു. മുഹമ്മദ് ഷഹീദ് കൂടി തുടരുന്നുണ്ട്. ഷഹീദ്, ഇപ്പോൾ നേരത്തെ ഉദ്യോഗസ്ഥൻ സംസാരിച്ചനുസരിച്ച് ഈ തുണിത്തരങ്ങൾക്ക് തീ പിടിക്കുന്നത് അതാണ് ഒരു ആശങ്ക ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അത് അവിടെ തീ അണയ്ക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതാ കരിപ്പൂരിൽ നിന്ന് എത്തിച്ചിട്ടുള്ള സംവിധാനം വഴിയാണ് ഇപ്പോൾ തീ അണയ്ക്കുന്ന ദൃശ്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് എല്ലാ ഭാഗത്തും നേരത്തെ രാഹുൽ നിൽക്കുന്നവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. തുണിത്തരങ്ങളിൽ തീ പിടിക്കുന്ന അകത്തുൾപ്പെടെ ആളുകൾ കയറിയിട്ടുണ്ട്. അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഷഹീദ്, കേൾക്കാമോ? ശരി, ഇത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ കരിപ്പൂരിൽ നിന്നുൾപ്പെടെ കൂടുതൽ സംവിധാനങ്ങളുള്ള ഫയർ എഞ്ചിനുകൾ എത്തിച്ചിരുന്നു. തീ മുകളിലേക്കുള്ള തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. മുകളിലൊക്കെ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ നമുക്ക് അഗ്നിഗോളങ്ങൾ കാണാം. തീ പടർന്നു പിടിക്കുന്നത് കാണാം. വലിയ അഗ്നിബാധ തന്നെ അവിടങ്ങളിലുണ്ട്. അത് അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതാണ്, അതായത് ഈ കെട്ടിടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്കോ മറ്റു കൂടുതൽ ഭാഗങ്ങളിലേക്കോ പടർന്നു പിടിക്കാനുള്ള സാധ്യത നിലവിലില്ല. അതാണ് അതിൻ്റെ വലിയ വ്യൂ നമ്മൾ കാണുന്നത്. അതായത് അതിൻ്റെ ഒരു വൈഡ് വ്യൂ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ജയലക്ഷ്മി സിൽക്സിൻ്റെ 4 നില കെട്ടിടമാണ്. വലിയ നീളമുള്ള വലിയ രീതിയിലുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ അകത്ത് 2ാമത്തെയോ 3ാമത്തെയോ നിലയിലുള്ള തീ പടരുന്ന അഗ്നിഗോളത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. 4ാമത്തെ നിലയിലുള്ള ദൃശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടിട്ട് 4 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഭാഗം കത്തിപ്പോയതാണോ എന്ന് അറിയില്ല. അതെന്തായാലും അവിടെ നിന്ന് വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ആ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അകത്തൊരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു. അതിപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു ഉദ്യോഗസ്ഥർ. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ആശ്വാസമുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്നത്. കോഴിക്കോട് നഗരത്തിലാണ് ഈ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നഗരത്തിലായതിനാൽ തന്നെ ആശങ്ക കൂടുതലായിരുന്നു. കൂടുതൽ ലാൻഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിന് കെട്ടിടത്തിനകത്തേക്ക് കയറിപ്പോയിട്ടുള്ള ജീവനക്കാർ പുറത്തേക്ക് ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 6-7 ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു നേരത്തെ അതിലൊരു ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള പ്രതികരണം. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. കൂടുതൽ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്ന ഫയർ എഞ്ചിനുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ അന്ന് സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയും ചെയ്യുന്നത്. പാളയത്തെ ജയലക്ഷ്മി സിൽക്സിലാണ് തീപിടുത്തം ഉണ്ടായത്. 3 വർഷം മുൻപ് സമാനമായിട്ടുള്ള തീപിടുത്തം ഈ കെട്ടിടത്തിലുണ്ടായിരുന്നു. സമാനമെന്ന് പറയാനാകില്ല. ഇത്രമാത്രം വലിയൊരു തീ പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വൈകിട്ട് 6:30 ഇങ്ങനൊരു വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഇത്രയും നേരമായി ഈ കോഴിക്കോട് നഗരത്തിലെ പാളയത്തെ ജയലക്ഷ്മി സിൽക്സിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ തീപിടുത്തത്തിൻ്റെ വാർത്തയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആകെ ആശങ്കയുണ്ടാക്കിയ വാർത്തയുടെ വിവരങ്ങളാണ് വന്നിരുന്നതൊക്കെയും. തീ അണയ്ക്കാനുള്ള വലിയ ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ പോലും തുണിത്തരങ്ങളായതിനാൽ തന്നെ ആ തീ വീണ്ടും പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ജില്ലയിലെ തന്നെ പല ഇടങ്ങളിൽ നിന്നും ഒപ്പം ജില്ലയ്ക്ക് പുറത്തുള്ള സമീപ ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിലിപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള കൂടുതൽ സജ്ജീകരണങ്ങളുള്ള ഫയർ എഞ്ചിൻ കൂടി എത്തിയതോടുകൂടി നമുക്ക് കാണാം കൂടുതൽ വെള്ളം ഒരേ സമയത്ത് കൂടുതൽ വെള്ളം ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്ന പ്രതികരണം ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ളത് ആശ്വാസമുള്ള വിവരമാണ്.